രാവിലെ വെട്ടുകത്തിയൊക്കെ ആയിട്ടൊരു കൊലയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, ബാ. കണ്ടോ ആ കൊലയിൽ കിളി കുത്തി ഒരു കാ പഴുത്ത് കേട്ടോ. നമ്മൾ ആ കൊല വെട്ടാൻ പോവാണേ. ഒരു കാ പഴുത്ത് കണ്ട കിളി കുത്തി കണ്ടോ. അപ്പോൾ നമുക്കതങ്ങ് വെട്ടാം. 2 ദിവസം കൊണ്ടേ പറയുക. അയ്യോ, എൻ്റെ തലയിലൊന്നും വീഴല്ലേ. എനിക്ക് പുറോട്ട് വഴി അറിഞ്ഞൂടാ. നിക്ക് എന്നെ എടുക്ക്. നമ്മള് കൊല വെട്ടിയിരിക്കുന്നു. എന്തോ ഹിന്ദിയോ? അമ്മ എവിടെ പോയി? അപ്രതീക്ഷയോ? ഇങ്ങോട്ട് നോക്കാൻ. ഇങ്ങോട്ട് ഞാൻ വീഴും. എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും പറഞ്ഞൂടാ. ഇവിടെ പൊഴിഞ്ഞടി കിടക്കുന്നു ഗൈസ്. അവസാനം ഇന്ന് എന്നെ കുക്കുംബർ ആക്കും. ഇപ്പൊ ഓഫ് ആക്കട്ടെ. എടുത്തു. കൊണ്ടുപോവാ ഫോൺ. മാറ്. 2 ഉള്ളൂ. ഞാൻ കണ്ടായിരുന്നു. 2 ഒടിഞ്ഞിട്ടുള്ളൂ. അപ്പോ 10 കിലോ ഉണ്ട്. അതിന് ഞാൻ ഈസി ആയിട്ട് എടുക്കും. അത് അകത്ത് വെക്കണം. നമ്മുടെ വിളവെടുപ്പ് കഴിച്ചിരിക്കുന്നു. ഒരു കൊലയും ഒരു മൂടി ചീനിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് കൂറൊക്കെ ഇതുപോലെ അയ്യത്ത് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അമ്മയുടെ ബാങ്കിൻ്റെ വാതക്കയിൽ ഈ പച്ചക്കറി കൊണ്ടുപോകുന്ന ഒരു വേസ്റ്റ് പോലെ എടുത്ത് കളഞ്ഞതിൽ നിന്ന് കിളിച്ച് ആ വള്ളിത്തലപ്പ് എടുത്തുകൊണ്ട് വന്ന് അമ്മ അയ്യത്തിട്ടതാണ് കേട്ടോ. വെറുതെ തന്നെ കിളിച്ച് വന്നതാണ്. നമുക്ക് കുറച്ച് അത്യാവശ്യം കിട്ടി. അത് കൊണ്ടുവന്ന് ഇതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കുറച്ച് സവാളയും പച്ചമുളകും തേങ്ങാപ്പീരയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ തളിച്ച് നമ്മൾ മെഴുക്ക് വരട്ടിയാക്കി വെച്ച് കേട്ടോ. നമ്മുടെ അയ്യത്തുണ്ടായതുകൊണ്ടായിരിക്കാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. ആണ് നമ്മുടെ ചീവക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയുണ്ട്, ചോറുണ്ട്, പിന്നെ ദാണ്ടെ മീൻകറിയുണ്ട്, മോരുണ്ട്. നമ്മൾ മീൻകറി ഒഴിച്ച് കുറച്ച് മോരും കൂടി ഒഴിച്ച് വെള്ളരിക്ക ഇട്ട് കാച്ചിയതാട്ടോ മോര്. അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് ചോറ് കഴിക്കാം. പിന്നെ നമ്മുടെ ഈ മെഴുക്ക് വരട്ടിയും കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. വെള്ളരിക്ക ഇട്ട് കാച്ചിയ മോരും ചീവക്കിഴങ്ങും ഇരട്ടി സൂപ്പറാണ്. അപ്പം നമ്മുടെ ചെറിയ കൃഷി വിളവെടുപ്പും ഉച്ചയൂണ് വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ. ഓക്കെ, സീ യു.